ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണസജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के तीसरे सेमीकंडक्टर प्लांट में भी चीप पैकेजिंग का कमर्शियल प्रोडक्शन शुरू हो रहा है. രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10, 11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി.
വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഡൽഹിയിൽ നടക്കുന്ന 17ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The 9 FTAs that Prime Minister Modi has finalized are all with rich countries, and I would urge captains of the industry, run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing. ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോങ്കോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ സേക്ക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോങ്കോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവെച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും ടൈപ്പ് 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29ാമത് ദേശീയ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.